മറ്റോ ഓഫായിന്നാ ഒരു മെസ്സേജ് തന്നീന് എല്ലാവർക്കും അലേർട്ട്. റെഡ് അലേർട്ട് ഇല്ല. പിന്നെ അപ്പൊ ഓരോ ടൈമിൽ എന്ത് ചെയ്യും, ജീവനക്കാരെ ഓരോ മാസം മാറ്റരുത്. ജീവനക്കാരെ ഓരോ മാസം കഴിഞ്ഞ് പിടിച്ചിങ്ങനെ മാറ്റാൻ നിൽക്കരുത്. അവർക്കൊരു സ്ഥിരത ഉണ്ടായിരിക്കണം. മനസ്സിലായ? ജോലിക്കാരെ ഇങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ജോലിക്കാരനെ ഇഷ്ടപ്പെടില്ല. അതാണ് സ്റ്റേബിലിറ്റി. സ്റ്റേബിൾ ആയിരിക്കുക എന്ന് പറയാം. മാറ്റുകയോ പിടിച്ചു ചെയ്യരുത്. ജോലിയിൽ സ്ഥിരതയും സുരക്ഷിതത്വവും തോന്നുമ്പോഴാണ് അവർക്ക് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയുന്നത്. നമ്മളൊരു കമ്പനി ചെന്ന് ആ കമ്പനി നോക്കുമ്പോൾ ഒരു മാസമായപ്പോൾ ഒരു 10 തിരിച്ചിട്ടു, അത് പുതിയ ആൾക്കാരെ കുത്താതെ അടുത്ത മാസം നമുക്ക് തോന്നും അടുത്ത മാസം ഇനിയും തിരിച്ചിടാൻ. അപ്പൊ ഇതിന് എത്ര പണിയെടുക്കണം? ആ തോന്നൽ എന്താ പിന്നെ അവിടെ പ്രൊഡക്ഷൻ നടക്കുമോ? പ്രോപ്പറായിട്ട് കാര്യം നടക്കൂല. പണം വേണ്ടിച്ചിട്ട് ഇങ്ങനെ എടുക്കും. അപ്പൊ ആ കമ്പനി പണം വേണ്ടിച്ചിട്ട് മൂവ് ചെയ്യുള്ളൂ. അപ്പൊ ഇതിനെന്ത് ചെയ്യണം? അപ്പൊ എൻട്രിപ്പോൾ പറഞ്ഞ കുറിച്ചുകളാണ് അയാൾക്ക് ജോലി സ്ഥിരത വേണം. ഇത്ര വർഷങ്ങളിൽ കുറഞ്ഞ കമ്പനി അയാൾക്ക് നല്ലൊരു സാലറി കൊടുക്കണം. ആ സ്റ്റാബിൾ ഉണ്ടായി. അപ്പൊ അയാൾക്ക് ഒരു തൃപ്തി ഉണ്ടായിരിക്കും ആ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നുള്ളതാണ്. ഇനി അടുത്തതാണ് ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞു. മുൻകൈയെടുക്കൽ. ജോലിയുമായി ബന്ധപ്പെട്ട പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും ജീവനക്കാർക്ക് സ്വാതന്ത്ര്യം പ്രോത്സാഹനം നൽകണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ സംഭവം കൊണ്ടുവരാനും പുതിയ പദ്ധതികൾ കൊണ്ടുവരാനൊക്കെ എന്ത് ചെയ്യും, ഇവിടുത്തെ ജോലിക്കാരെയും കൂടി ഉൾപ്പെടുത്താം. അവർക്കൊക്കെ നല്ല ഐഡിയകൾ ഉണ്ടായിരിക്കും. അപ്പൊ അവരങ്ങനെ ഉൾപ്പെടുത്തുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും, നമുക്ക് തോന്നല് ഇനി കൂടി ഉൾപ്പെടുത്തുന്നുണ്ടല്ലോ. ഒരു മാനേജേഴ്സ് മാത്രം ഉള്ളിലിരുന്ന് ആ റൂമിലൊക്കെ ഇരുന്ന് സെറ്റപ്പായി പ്രൊജക്റ്റിലൊക്കെ ഓണാക്കി നമ്മൾ പുതിയ പ്രൊജക്റ്റ് ആണ് അതും ചെയ്യാം. അതിന്റെ അപ്പുറം എന്ത് ചെയ്യും, ഇത്തരം കാര്യങ്ങളോട് ചർച്ച ചെയ്യുമ്പോൾ കുഴപ്പമില്ല. സപ്പോർട്ട് നമ്മുടെ ജോലിക്കാരെയും കൂടി വിളിക്കുമ്പോൾ അവർക്കും കൂടി അപ്പൊ അവർക്കും തൃപ്തിയായി, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവർക്കൊരു ഉള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ആയി. അപ്പൊ അത് എൻട്രികൾ പറഞ്ഞാണ്. ജോലിയുമായി ബന്ധപ്പെട്ട പുതിയ പദ്ധതികൾ, ജോലിയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യണം. അഥവാ പ്ലാൻ ചെയ്യാനും നടപ്പിലാക്കാനൊക്കെ ജീവനക്കാർക്ക് സ്വാതന്ത്ര്യവും പ്രോത്സാഹനം നൽകണം. അവർക്ക് അതിന് നടപ്പിലാക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കാം. നമ്മൾ നടപ്പിലാക്കിക്കൊള്ളും. എന്ന് വെച്ചാൽ ഇത് കയറി ഫുള്ള് കളിക്കണം എന്നല്ല പറയാം. ഇത് അവിടെ സർക്കാരിന് പറ്റിയ in initiate the power of think, develop and execute plans collectively are forced into the initiative. People should allow to freedom to propose, execute ideas. പുതിയ ഐഡിയകളൊക്കെ പീപ്പിൾസിന് എന്ത് ചെയ്യാൻ പറ്റും, അവിടുത്തെ ജോലിക്കാർക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളത് പറഞ്ഞു. ഓക്കെ, അടുത്തെന്താണ് എസ്പിരിറ്റ് ഡി കോപ്സ് അല്ല, കൂട്ടായ്മ മനോഭാവം. അഥവാ ഒരു അക്കൗണ്ടിങ്ങിൽ തത്വമാണ് കാലത്ത് ഒരു ഇങ്ങനെ പറയുന്നതാണ് എസ്പിരിറ്റ് ഡി കോപ്സ് എന്നാണ് ഞാൻ. ഒരു കൂട്ടം എല്ലാവരും കൂടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അർത്ഥം നമ്മൾ പൊതുവെ പറയില്ല. അതാണ് ഞാൻ എന്തെങ്കിലും അതാ പറഞ്ഞു, ഞാൻ എന്തെങ്കിലും പറയാം നമ്മൾ അങ്ങനെ വരും. ജീവനക്കാരിൽ ഓരോരുത്തരും കൂട്ടായ്മ അതാണ് ടീം സ്പിരിറ്റ് എന്ന് പറയാം, വളർത്തിയെടുക്കണം. ഞാൻ എന്നതിന് പകരം നമ്മൾ എന്ന മനോഭാവം മാനേജ് പ്രോത്സാഹിപ്പിക്കും. ഓർക്കുക, അതിനുവേണ്ടി നിയമങ്ങളും കുറച്ച് സാഹചര്യങ്ങൾ കുറച്ച് മാറ്റം വരുത്താൻ കഴിയുന്ന വാർത്തകൾ. അത് മീൻസ് എ യൂണിയൻ സ്ട്രെങ്ത്. അതാണ് ഇവിടെ പറയുന്നത്, യൂണിയൻ ഈസ് സ്ട്രെങ്ത്. ഇവിടെ യൂണിയൻകാർ കണ്ടിട്ടില്ല. ഇവിടെ നമ്മളെ പെരുങ്ങളെ കാണാൻ ഇവരൊക്കെ നീലക്കുപ്പായ മാത്രം ഇട്ട് കണ്ടത്. നീലക്കുപ്പായ അവർ ഐഡി ചാർട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇറക്കല്ല. ഓരോന്നിനും ഓരോ യൂണിയൻകാരുണ്ടാവും. SFI ഒരു യൂണിയനാണ്, സ്റ്റുഡൻസിന്റെ യൂണിയനാണ്. സ്റ്റുഡൻസിന്റെ എന്തെങ്കിലും കോളേജിൽ എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ SFI യൂണിയൻ തന്നെ MSF യൂണിയനാണ്, KSU കോൺഗ്രസിന്റെ യൂണിയനാണ്. അപ്പൊ ഓരോരുത്തർ യൂണിയൻ ഉണ്ട്. മറ്റേ അതിന്റെ പൊളിറ്റിക്കൽ പാർട്ടി മേലുണ്ട്. അപ്പൊ SFIക്കാർ അല്ലെങ്കിൽ MSFക്കാർ എന്ത് ചെയ്യണം, കൂട്ടാൻ കഴിഞ്ഞിട്ട് കോളേജിൽ ഫീസ് അങ്ങ് വർദ്ധിപ്പിക്കണം. അടക്കി എല്ലാവരും കൂടെ വന്നിട്ട് മുമ്പിൽ നിന്നിട്ട് അതാണ് യൂണിയൻകാരുണ്ട്. ആ യൂണിയൻ SFI യൂണിയനാണ് വന്നിട്ട് യൂണിയൻ ചെയർമാൻ കാര്യം വന്നിട്ട് അങ്ങ് മുദ്രാവാക്യം വെച്ച് കഴിഞ്ഞാൽ തീർന്നു. പിന്നെ മാനേജ്മെന്റ് ചെയ്യും, ആ കൊടുത്തൊന്നും ചെയ്യും, ആ ശമ്പളം എന്ത് ചെയ്യുന്നത് ഫീസ് കൊടുക്കുന്ന വർക്കർ കുറക്കും. അപ്പൊ അതൊരു സ്ട്രെങ്ത് ആണ് നമ്മൾ പലപ്പോഴും നമ്മൾ ഇതിനെ ബാധിക്കും ചെയ്യും. അപ്പൊ യൂണിയൻ ടീം സ്പിരിറ്റ്, അതാ ടീമിന് അവിടെ പറഞ്ഞു യൂണിയൻ ഈസ് സ്ട്രെങ്ത്. നമുക്ക് എന്ത് ചെയ്യാം, അതെ അങ്ങനെ നമുക്ക് ഇടപെടാം. പക്ഷെ അവർ കൂടെ എന്ത് ചെയ്യാം, ടീമായിട്ട് കൊണ്ടുപോകാൻ ഹാർമണി ആൻഡ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് വെച്ചാൽ എല്ലാവരും കൂടെ ഒരു കൂട്ടത്തോടുള്ള ഒരു കാര്യത്തിൽ ഫോട്ടോ എടുക്കാന്നുള്ളതാണ്. അപ്പൊ 14 ഞാൻ പറഞ്ഞു. ഇനി ഒന്ന് പറഞ്ഞു നോക്കണേ, ആലോചിച്ചോട്ടെ. ഒന്നെന്താ ട്യൂഷനോ വർക്ക്, രണ്ടോ അല്ല രണ്ടാമത്തെ അധികാരം
ഇംഗ്ലീഷ് ചെയ്യുന്നത് അങ്ങനെ ചെയ്താൽ പാടില്ല. ഒരു ചോദ്യം മാത്രമാണ് അധികാരം ഉത്തരവാദിത്വം. പിന്നെ മൂന്നാമതോ ഡിസിപ്ലിൻ. എന്താണെന്നറിയില്ല. കമ്പനി മൊത്തത്തിൽ ഒരു അച്ചടക്കം ബാധിക്കുന്ന നിയമങ്ങളും കാര്യങ്ങളും ജോലിക്കാരൊക്കെ എന്ത് ചെയ്യണം, പാലിച്ചിരിക്കണം. മൂന്നാമത്തോ നാലാമത്തോ യൂണിറ്റ് ഓഫ് ആജ്ഞായി. അങ്ങനെ ഇതില്ല. അതെന്താണ് സാധനം? ആജ്ഞായിക്ക് പറഞ്ഞ എന്താ? അങ്ങനെ പഠിക്കണം. അതിപ്പോ നോക്കിക്കൊണ്ട് പഠിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലാക്കില്ലേ? ഏത് ഒരാൾ മാത്രം കേട്ടോ. എടാ നാലാമത്തെ എന്താണ്? അത് മൂന്നാമത്തെ അല്ല. നാലാമത്തെ എന്താ? ഒരാളിൽ നിന്ന് മാത്രം കേട്ടാ മതി. അടുത്തെന്താ? അത് കഴിഞ്ഞിട്ട് ഫൈനാൻസ്. അപ്പൊ അടുത്തത് യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ. അടുത്തെന്താണ്? യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ അടുത്ത് എന്താണ് പറഞ്ഞത്? ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കാണല്ലോ കൂട്ടത്തോടെ. ഡയറക്ഷൻ ഒരാൾ ഡയറക്റ്റ് ചെയ്യും, എല്ലാവരും കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പനിക്ക് വേണ്ടി ഒരൊറ്റ ലക്ഷ്യം ഉണ്ടായി. ആ ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ എല്ലാവരും കൂട്ടായിട്ട് പോകുന്നത്. അടുത്തതോ ആറാമത്തെ വ്യക്തി താല്പര്യത്തെക്കാൾ പൊതു താല്പര്യത്തിന് വിതരണമായി. അഥവാ സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. അത് എഴുതിക്കോ, അത് എഴുതിച്ചതാ. എന്ന് വെച്ച് കഴിഞ്ഞാല് പൊതു താല്പര്യത്തിനാണ് മുൻഗണന. ഒരു വ്യക്തി താല്പര്യത്തെക്കാൾ. ഇംഗ്ലീഷോ മലയാളം? ഇംഗ്ലീഷോ? സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. അഥവാ ജനറൽ പൊതു കാര്യത്തിനെയാണ് മുൻഗണന നൽകുന്നത്. ഇതിന്റെ ഇഷ്ടത്തിനെക്കാട്ടും എല്ലാവരും പറഞ്ഞെന്താണ്? കമ്പനിയുടെ താല്പര്യം എന്താണ്? ഏഴാമതോ അങ്ങനെയല്ലേ? ഗവൺമെന്റിനെ ആലോചിച്ചു. അതല്ല, ഏഴാമത്തെ അതല്ല പോയിന്റ്. ഏഴാമത്തെ എന്താണ്? സാലറി കൊടുക്കണം. അങ്ങനെ എന്താ പറയാ? റെമ്യൂണറേഷൻ. നീതിപരമായിട്ടൊരു ശമ്പളം കൊടുത്തിരിക്കുന്നത്. പക്ഷെ കമ്പനിക്ക് ഏറ്റവും വെള്ളക്കമായിട്ട് കൊടുക്കുന്നത് നമ്മളുണ്ടല്ലോ അല്ലേ? ആവശ്യത്തിനനുസരിച്ച് എന്നാൽ അവരെ അസംതൃപ്തി ആക്കാതെ കൂടുതലുണ്ട്. എന്താ പറഞ്ഞ എങ്ങനെ ആയിരിക്കണം? പഠിക്കണം കേട്ടോ അങ്ങോട്ട് പോയിട്ട്. പിന്നെ എട്ടാമത്തോ എന്താണ്? സെൻട്രലൈസേഷൻ പറഞ്ഞാ സെൻട്രലൈസേഷൻ കാണിച്ചു നോക്കാം. കാണിച്ചു നോക്കാം. പറഞ്ഞ മനസ്സിലാവുന്നത് ഈ കാലത്ത് ഞാൻ വണങ്ങത് ചൂടുണ്ട്, തണുപ്പല്ല. ഏതൊന്നും അപ്പോ സെൻട്രലൈസേഷൻ എന്താണ്?
സെൻട്രൽ ഗവൺമെന്റിനെ ആലോചിച്ചാൽ മതി. മുകളിലുള്ള ഓർഡർ സെൻട്രലൈസേഷൻ, വികേന്ദ്രീകരണം. ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാല് മറ്റൊരു കൂടി അതിനെന്തായാലും പങ്കാളിത്തം കൊടുക്കാം. അടുത്തതാ 9ാമത്തെ സ്ഥലാക്ഷേപം. അതെന്താണ്? അധികാരശ്രേണി. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ? കമ്മ്യൂണിക്കേഷൻ എന്താണ്? ആശയവിനിമയം. കമ്മ്യൂണിക്കേഷൻ എന്താണോ എന്താ പൊതുവെ കമ്മ്യൂണിക്കേഷൻ തന്നെ എന്താ? കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറഞ്ഞാൽ എന്താ? സംസാരിക്കുന്നത്. അപ്പൊ ഈ കമ്മ്യൂണിക്കേഷന് സ്കലാർച്ചേനി സ്കോളറല്ല. സ്കലാർച്ചേനി എന്താണ്? ഇതെന്ത് ഉദ്ദേശിക്കുന്നത്? സ്കലാർച്ചേനി എന്ത് ഉദ്ദേശിക്കുന്നു? എല്ലാവരും ജാൻ പ്ലാങ്കോ ഏത് സാഹചര്യത്തിലാണ് ആക്കല്? എമർജൻസി സിറ്റുവേഷൻ. ഗ്യാൻ പ്ലാൻ ഒക്കെ എനിക്ക് ചോദിച്ചത് കണ്ടിരുന്നത് തോന്നുന്നില്ല. ഇതിന്റെ ഞാനാണ് പഠിക്കാൻ അത് മാത്രം തന്നെ ചോദിക്കുന്നുണ്ട്. ഗ്യാൻ പ്ലാൻ എന്താണെന്ന് 2 മാർക്കിനൊക്കെ അല്ല. സ്കലാർച്ചേനി എന്താണെന്നൊക്കെ അങ്ങനെ തന്നെ ചോദിക്കുന്നുണ്ട്. പിന്നെ അത് അതിലെഴുതിക്കണ സ്കലാർച്ചേനി ഇങ്ങനെയാണ് കേടാ. ഇവിടെ എയിൽ നിന്നും ബിയിലോട്ട് BCD കണ്ടാ. ABCD ഇങ്ങനെ ഉണ്ട്. പക്ഷെ ഗ്യാൻ പ്ലാൻ തന്നതാ എഫ് നേരെ ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് മറ്റേത് ഇങ്ങനെ എയിൽ നിന്ന് ഇങ്ങനെ വരുന്നത്. ഇവിടെ ഒക്കെ കുറെ ആളുകളുണ്ട്. പക്ഷെ എന്ത് ചെയ്യണം? ഇപ്പതാ ഏക്ക് ഇവിടെയുള്ള ആൾക്ക് വേണ്ടിയിട്ട് ഇവരോട് സംസാരിക്കുന്നത് ആദ്യം ആരെ അറിയിക്കണം? മുകൾ ഉദ്ദേശം അറിയിച്ചിട്ട് മുകൾ ഇങ്ങനെ അറിയിക്കും. പക്ഷെ ആകെ എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ പോയാൽ മതി, ഇങ്ങനെ അറിയിച്ചാൽ മതി. അത് ആദ്യം മേലുദ്ദേശം അറിയിച്ച് എമർജൻസി സിറ്റുവേഷനിൽ ഗ്യാൻ പ്ലാൻ എന്ത് ചെയ്താൽ മതി? മനസ്സിലായി? ഇനി അടുത്തതോ 10ാമത്തെ ഓർഡർ. ഓർഡർ പറഞ്ഞാല് ശരിയായ സാധനങ്ങൾ ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് കൊണ്ടുവരും ആളുകൾ. അതെ. അടുത്തത് 12ാം ഇല്ല എക്വിറ്റി. പിന്നെ മുൻകരുതിയുള്ള കഴിവ്, ഐക്യമാണ് ബലം അഥവാ എസ്പിരിറ്റ് ഡി കോർ എന്ന് പറയും. 14. അതിന് നാളത്തൊക്കെ ഒന്ന് പഠിച്ചത് നടിക്കാം. ഞാൻ ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാം ചോദിക്കാൻ സാധ്യതയില്ല. എന്നാൽ പഠിച്ചാൽ നിങ്ങൾക്ക് ഞാൻ അപ്പോഴും പറയണേ, ഞാൻ ഇന്നല്ലോ പറയാലോ. നിങ്ങൾ തോറ്റാൽ വെച്ചാൽ എനിക്ക് എന്തെങ്കിലും ഇട്ടാ ഇല്ലല്ലോ. ഞാൻ ഇന്ത്യ കരിയർ എനിക്ക് നോക്കുള്ളൂ. ഞാൻ എന്റെ ഡിഗ്രി പാസ്സായി കിട്ടി. ഞാൻ ഇതിന്റെ അടുത്ത കിട്ടാൻ നിങ്ങൾക്ക് പോകാം. ഞാൻ പൊട്ടിയാലോ പൊട്ടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും അത്ര. ഈ കാലത്ത് നല്ല പണിയാട്ടോ കൃഷികളെന്നുണ്ടെങ്കിൽ നമ്മൾ കേൾക്കുമ്പോൾ അത്രയും കേട്ടിട്ടായിരുന്നു. അതായത് ഡിഗ്രി കൊണ്ടൊന്നും ഒരു കാര്യം. അപ്പൊ നിങ്ങൾ പ്രശ്നം നിങ്ങൾ ആയിരിക്കും. ഇവന് കല്യാണം കഴിക്കണമെന്ന് ഡിഗ്രി ആണെന്ന് പറഞ്ഞു. ഡിഗ്രി ആണെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒന്ന് പിന്നാക്കം വരും. അങ്ങനത്തെ കല്യാണത്തിനല്ലേ പറഞ്ഞത്. പൊതുവെ അങ്ങനെയാണ്. ഇന്നോട് എന്റെ കൂട്ടുകാരുടെ വാക്ക് അങ്ങനെ പറഞ്ഞോ, മൂപ്പരെ മോനിച്ച് ഇങ്ങനെ മൂത്ത മോനിക്ക് കല്യാണം വെച്ചാലോ എല്ലാരും ചോദിക്കാൻ ഡിഗ്രി ചെയ്യാന്ന് പറയുമ്പോ മൂപ്പരെ അപ്പോഴും ഒരു കുൽപ്പിയലാണ് അവർക്ക്. അപ്പൊ ഒരു കുൽപ്പിയലാണ്. അപ്പൊ അങ്ങനെ ഡിഗ്രി ആയി. അവൻ അനിയനാണ് എന്റെ കൂട്ടുകാർക്ക്. അനിയനെ എന്റെ കൂട്ടുകാരനാകുമ്പോ അവനോട് ഇത് മറ്റൊരു പറഞ്ഞു കൊടുക്കും. എങ്ങനെയല്ല ഡിഗ്രി ഒന്ന് വെച്ച് എടുക്കാൻ പറ്റുമോ? അവന് ഡൽഹിയിൽ എന്താണ് ഫോൺ ഇവിടെ പ്രിൻസിപ്പൽ പഠിച്ചിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കാണ്. അപ്പൊ ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി എടുക്കാം. കാരണം ചോദിക്കും ഡിഗ്രി എന്ന് പറഞ്ഞാൽ അവ അത്രയും ചെയ്തിട്ടുണ്ട്. ആ പോലെയുണ്ട് ചോദിക്കുന്നവരുടെ ചോദിക്കുന്നുണ്ട്. അപ്പൊ മാത്രല്ല ജോലിക്ക് ചെന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡിഗ്രി ഒന്നും ഇല്ലല്ലോ ഇപ്പൊ. പിന്നെ സ്കില്ലാണ്, കഴിവുകളാണ്. പലതരം സ്കില്ലുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് അങ്ങനത്തെ ഒരു ഇന്നത്തെ കാലല്ലേ ഉപയോഗിച്ചുകൊണ്ടുള്ള സംഭവങ്ങളൊക്കെ. പിന്നെ ഇംഗ്ലീഷ് അപ്പൊ കുറെ കാര്യങ്ങൾ. അതിനൊക്കെ ഞാൻ പറഞ്ഞതാണ് ഈവൻ ഡിഗ്രിക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? പ്ലസ് ടു പാസ്സാവും. അല്ലാതെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പാസ്സാക്കി കളി. പ്ലസ് ടു നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും. പിന്നെ അടുത്ത കാര്യം ചിന്തിച്ചാൽ പോരാ. ഈ പ്ലസ് ടു കൂടി പാസ്സാകുമ്പോൾ 6 മാസത്തെ കോഴ്സും കഴിഞ്ഞ് ഗൾഫ് കയറി ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ 10 പതിനഞ്ച് വ്യക്തി സംഭവം. പക്ഷെ ബോയ്സ് നമുക്ക് പെൺകുട്ടികളുണ്ടായി 10,000 കിട്ടി കഴിഞ്ഞാൽ അവർക്ക് ഒരു ഫാമിലി അതെന്ത് ഹസ്ബൻഡായിട്ട് നമ്മളെ പോകുന്നുണ്ട്. നമ്മളായിട്ട് എന്തെങ്കിലും വണ്ടിയത് അവർക്ക് 15 സുഖം സുന്ദരമായിട്ട് അവർക്ക് പോകാൻ പറ്റിയേക്കാം. പക്ഷെ ഇന്നത്തെ പെൺകുട്ടിയൊക്കെ പറ്റാതേക്കും. അപ്പൊ നമുക്കൊരു 50 ഉറുപ്പ് കിട്ടി കഴിഞ്ഞാല് ഇങ്ങോട്ടോ നല്ല അപ്പൊ നല്ല ഇതാണ് നോക്കി കഴിഞ്ഞാൽ പൊട്ടി എന്നുള്ളതൊക്കെ ഇന്നിപ്പോ നോക്കിയൊരു കാര്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇപ്പൊ എത്ര ആളുകൾ പൊട്ടിയവരുണ്ട്. പക്ഷെ പിന്നീട് പഠിക്കണം തോന്നി കഴിഞ്ഞിട്ട് എല്ലാവരും ഉണ്ടാവും. അതൊക്കെ എല്ലാവരും പഠിക്കാനൊക്കെ കഴിവുണ്ടാവും. പക്ഷെ എന്താണ് ആ പ്ലസ് 1 പ്ലസ് 2 തരിപ്പിൽ അങ്ങനെ പോയിട്ടാ രസം കണ്ടത് അങ്ങനെ
പിന്നെ എക്സാം കൊടുത്തായി, പിന്നെ ഇപ്പൊ ടൈമിന്റെ കാര്യങ്ങൾ അങ്ങനെ പോയിട്ടുള്ളൂ. പക്ഷെ കിട്ടുന്ന ടൈമിൽ നിങ്ങൾ പഠിച്ച് ഒരു സാധനം കയറി കഴിഞ്ഞാണ്ടല്ല പിന്നെ പഠിക്കാനുള്ള ഒരു മെന്റാലിറ്റി തോന്നി വേണം വെച്ച് കഴിഞ്ഞാല് പിന്നെ സെന്റ് കാരണം ഞങ്ങള് ഈ ഒരു 2 വർഷങ്ങൾ എൻജോയ് ചെയ്യുന്നതിനെക്കാട്ടും നല്ല ഇതാ. ഈ 2 വർഷങ്ങൾ വേണം കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതുകാലം നമ്മൾ എൻജോയ് ചെയ്തു. ഒരു 5-6 കൊല്ലം പഠിക്കാനും നമ്മളെ കരിയർ സെറ്റാക്കാൻ വേണ്ടിയാണ് ചെലവഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം ഈ നേരെ പക്ഷേ 5-6 കൊല്ലങ്ങൾ ഇതാ വെറും എൻജോയ് ചെയ്തിറങ്ങും. ഭാവിക്ക് അതൊക്കെ കൊടുക്കൂല. നമ്മൾ പലതനുസരിച്ച് ലെക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ബിസിനസ് ഒക്കെ ചെയ്ത് പൈസയിലേക്ക് കിട്ടുക അപ്പൊ ടോപ്പായി. അപ്പൊ അത് കഴിഞ്ഞു. അത് വീട്ടിൽ പോയിട്ട് നോക്കട്ടോ. ഇനി അടുത്തതാണ് അടുത്ത സയന്റിഫിക് മാനേജ്മെന്റിന്റെതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ് 14 ഫെയറിൻ്റെത്, ഹെൻറി ഫെയറിൻ്റെത്. അയാള് ഫാദർ ഓഫ് മാനേജ്മെന്റ്, തിയറി ഓഫ് മാനേജ്മെന്റ്. ഇനി അടുത്തത് സയന്റിഫിക് മാനേജ്മെന്റ് എന്താന്നുള്ളതാണ്. ശാസ്ത്രീയ മാനേജ്മെന്റ് എന്ന് പറയും. അത് ഇതിന് അടുത്തതിനല്ല ഹെൻറി ഫെയർ. ഇതാ സയന്റിഫിക് മാനേജ്മെന്റ് ഇതാ വരാം. FW ടൈലർ ആണെന്ന് തോന്നുന്നു അല്ല ആണ്. ഫസ്റ്റ് പേഴ്സൺ യു റെക്കഗ്നൈസ് ദി എംപ്ലോയീസ് നീഡ് ഓഫ് അഡോപ്റ്റിംഗ് സയന്റിഫിക് മാനേജ്മെന്റ് കൊണ്ടുവന്നത് FW ടൈലർ ആണ്. മറ്റേതാരോ ഹെൻറി ഫെയർ, H. ഫെയർ എന്ന് പറയുന്നത് ഹെൻറി ഫെയർ എന്ന് പറയും. അപ്പോ സയന്റിഫിക് മാനേജ്മെന്റ് എന്താണ്? സയന്റിഫിക് മാനേജ്മെന്റ് സയൻസ് മെത്തേഡുകളുണ്ടല്ലോ, സയന്റിഫിക് ആയിട്ടുള്ള കുറെ മെത്തേഡുകളുണ്ട്. ആ മെത്തേഡ് നമ്മുടെ മാനേജ്മെന്റിന്, കൊമേഴ്സിൽ മാനേജ്മെന്റിന് കൊണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങളാണ് എന്ത് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സയന്റിഫിക് മാനേജ്മെന്റ് സയൻസിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്തിലോട്ട് കൊണ്ടുവരിക, നമ്മൾ മാനേജ്മെന്റിലോട്ട് കൊണ്ടുവരുന്നതാണ് സയന്റിഫിക് മാനേജ്മെന്റ്. ആപ്ലിക്കേഷൻ ഓഫ് സയന്റിഫിക് മെത്തേഡുകൾ, അനാലിസിസ് പ്രോബ്ലം ഓഫ് മാനേജ്മെന്റിന്റെ പ്രോബ്ലംസ് ഉണ്ടാവും കുറെ. ആ പ്രോബ്ലം തീർക്കാൻ വേണ്ടിയിട്ട് സയന്റിഫിക് കാര്യങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ് സയന്റിഫിക് മാനേജ്മെന്റ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ആരാണ്? FW ടൈലർ ആണ്. അപ്പൊ അതിന്റെ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്. അതിന്റെ പ്രിൻസിപ്പിൾസ് ആണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ HW ഫെയറിന്റെ പ്രിൻസിപ്പിൾസുകൾ പറഞ്ഞു, 14 പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൻറി ഫെയറിന്റെ. പിന്നെ ഊഹച്ചെടുക്ക പഴയ രീതിയിൽ റൂൾ ഓഫ് തമ്പ് പകരം ശാസ്ത്രീയ പഠനങ്ങളുടെ പരീക്ഷണങ്ങൾ ഉത്പാദനം. സയന്റിഫിക് പരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, പഴയ രീതിയിലൊക്കെ മാറിയിട്ട് സയന്റിഫിക് പരമായിട്ട് എങ്ങനെ കച്ചവടത്തിന് മുന്നോട്ട് കൊണ്ടുപോകാം, അത്തരം രീതിയിലുള്ള ഒരു കാര്യങ്ങൾ മാനേജ്മെന്റിൽ കൊണ്ടുവരുന്നതിനാണ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതില് ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ ആണ് ഈ സിദ്ധാന്തത്തിനെ ഉപജ്ഞാതാവ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ശാസ്ത്രീയ മാനേജ്മെന്റ് പിതാവ്, ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയും. സയന്റിഫിക് മാനേജ്മെന്റ് ഫാദർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആരാണ്? FW ടൈലർ. മറ്റേ 14 പ്രിൻസിപ്പിൾസിലെ അത് പറയാം. ഇനി ശാസ്ത്രീയ മാനേജ്മെന്റ് ഈ ഒരു 4 പ്രധാന പ്രിൻസിപ്പിൾസ്, നമ്മൾ മറ്റടുത്ത് 14 പ്രിൻസിപ്പിൾസ് പറഞ്ഞു. അത് ഏത് പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റിൽ FW ടൈലർ ആരാണ്? FW ടൈലർ അല്ല, ടൈലർ അല്ലേ? ഹെൻറി ഫെയർ. അത് ആധുനിക മാനേജ്മെന്റ്. ആധുനിക മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, മോഡേൺ മാനേജ്മെന്റ് എന്നായിരുന്നു. അയാളുടെ പഴയതല്ല, സയന്റിഫിക് പരമായിട്ടില്ല, സയൻസ് പ്രകാരം ആധുനിക പുതിയ രൂപത്തിലുള്ള നോക്കട്ടോ. നമുക്ക് സയൻസ് പ്രകാരം പറഞ്ഞു, സയൻസിനെ എങ്ങനെ മാനേജ്മെന്റ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് പറഞ്ഞു. മോഡേൺ മാനേജ്മെന്റ് എന്ന് പറയും, ആധുനിക മോഡേൺ മാനേജ്മെന്റ്. പുതിയ രീതിയിൽ അയാൾ 14 പ്രിൻസിപ്പിൾസ് പറഞ്ഞു എങ്ങനെ കമ്പനി മാനേജ്മെന്റ് അയാൾ പറഞ്ഞ അയാൾക്ക് അത് വേണം നമുക്ക് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അത് മറ്റൊന്നാണ് 4 കാര്യങ്ങളുടെ 4
ഇത് പറഞ്ഞാൽ സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആണ്. അല്ലെ മോഡേൺ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഹെൻറി ഫേവർ. ഇത് FW ടൈലറിന്റെ സയന്റിഫിക് മാനേജ്മെന്റിൽ പറഞ്ഞ കാര്യങ്ങൾ. അതിലൊന്നാമത്താണ് ശേഷരീതി മാറ്റി ശാസ്ത്രീയമാക്കുക, അഥവാ സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്. അത് തോന്നിട്ടില്ല. ശാസ്ത്രം അതല്ലാതെ വെറും ഊഹമല്ല. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനൊന്നും ഒന്നാമത്തെ എഴുതികൾ സയന്റിഫിക് മാനേജ്മെന്റ് എഴുതിക്കണ നമ്മൾ ബിസിനസ് സ്റ്റഡീസ് വരാൻ പഠിക്കുകയില്ല. അവിടെ ഇതിൽ ഞാൻ ആരെങ്കിലും ഉണ്ടോ ബിസിനസ് സ്റ്റഡീസിന്? രാവിലെ ഇരുന്നിട്ട് വേറെ ആരെങ്കിലും ഉണ്ടാക്കിയില്ല? ഒന്നാമത്തെ കാര്യം ശേഷരീതി മാറ്റി ശാസ്ത്രീയമാക്കുക എന്നുള്ളതാണ്, അഥവാ സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ് എന്ന് പറയും. അത് ശരി, പഴയകാല ബിസിനസ് നടത്തുന്നതിലൊക്കെ മാറിയിട്ട് പുതിയ രീതിയിൽ ശാസ്ത്രപരമായിട്ട് നമ്മൾ ബിസിനസിനെ നടത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. ഇതിലാണ് ഇതിന് ജോലി ചെയ്യുന്നതിന് പഴയ കാലം തൊട്ടേ പിന്തുടർന്ന പരമ്പരാഗതമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ജോലി ചെയ്യുന്നതിന് പകരം ഓരോ ജോലിയും ശാസ്ത്രീയമായി പഠിച്ചിട്ട് ആ ജോലി ചെയ്യാൻ ഇങ്ങനെ ഒരു മെത്തേഡുകൾ ഉപയോഗിക്കാം. സയൻസ് പരമായിട്ട് ആ ജോലി ചെയ്യാൻ. പണ്ടൊക്കെ നൂലുകൾ ഇങ്ങനെ കൈകൊണ്ട് ചെയ്തു, ഇപ്പം എന്തായാലും മെഷീനായി. സയൻസ് പരമായിട്ട് ഉപയോഗിച്ചിട്ട് മാറ്റിയെടുക്കുന്ന ആ ഒരു ഇത് സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ് അതാ പറഞ്ഞത്. ശാസ്ത്രീയപരം പഠിച്ച അതിനായി ഏറ്റവും ലളിതവും വേഗത്തിലുമായ ഒരു മികച്ച രീതി. ഏറ്റവും ലളിതം, സിമ്പിൾ ആയിട്ട് എന്നാൽ ഏറ്റവും മികച്ച രീതിയായിരിക്കും. അങ്ങനൊരു സംഭവത്തെ കണ്ടു അത് ചെയ്യുന്നതിനാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതാണ് ഇയാൾ പറഞ്ഞത് ഒന്നാമത്തെ. Taylor made the introduction of the method of scientific inquiry with the maximum efficiency. This method can develop through steady analysis. The method develops substantial rule of thumb. Rule of thumb എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു പുതിയ രീതിയിൽ ചെയ്യാന്നുള്ളത്. ഇപ്പൊ FW ടൈലർ ഇംഗ്ലീഷ് മനസ്സിലായ സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ് മനസ്സിലായ ശേഷരീതി മാറ്റി ശാസ്ത്രീയമാക്കുക എന്നുള്ളത് മനസ്സിലായ മനസ്സിലായ ശേഷരീതി മാറ്റി ശാസ്ത്രീയമാക്കുക സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ് എന്താണെന്ന് മനസ്സിലായ. പക്ഷേ പഴയ രീതി മാറ്റിയിട്ട് പുതിയ രൂപത്തില് ഏറ്റവും ബെസ്റ്റ് മെത്തേഡായിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു മെത്തേഡിലൂടെ ആ ജോലി എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിലോട്ട് മാറാം. അങ്ങനെയാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. ദിസ് മീൻസ് സ്റ്റേറ്റ് ഇൻസ്റ്റെഡ് ഓഫ് റിലൈങ് ഇൻ ഓൾഡ്. പഴയതിനെ ഒന്ന് മാറ്റി ട്രഡീഷണൽ മെത്തേഡ് ഓർ ട്രയൽ ആൻഡ് എറർ, അതിനെ റൂൾ ഓഫ് തമ്പ് എന്ന് പറയാം. റൂൾ ഓഫ് തമ്പ് പഴയ കാലം, ആ പഴയ കാലത്ത് ഉപയോഗിക്കാം. നോട്ട് റൂൾ ഓഫ് തമ്പ് സയൻസ് ഉപയോഗിക്കാം, നോട്ട് റൂൾ ഓഫ് തമ്പ്. അതാണ് ഒന്നാമത്തെ. സയൻസ് തന്നെ ശാസ്ത്രപരമായിട്ട് എവരി ജോബ് ഷുഡ് ബി സ്റ്റഡിഡ് സയന്റിഫിക്കലി. ഓരോ ജോലിയെ കുറിച്ച് ശാസ്ത്രീയപരമായിട്ട് പഠിക്കുക അതിനെ കുറിച്ച്. ആൻഡ് ഫൈൻഡ് ഇറ്റ് ബെസ്റ്റ് വേ, അതിന് നല്ലൊരു രീതി കണ്ടെത്തുക. അത് ചെയ്യാൻ നല്ല രീതി കണ്ടെത്തുക. അതാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇമാജിൻ ആൻ ഇ-കൊമേഴ്സ് വെയർഹൗസ് ലൈക്ക് ആമസോൺ where workers pack boxes. Instead of letting each worker should have that happen. പിന്നെ രണ്ടാമത്തത് ഹാർമണി നോട്ട് ഡിസ്കോർഡ്. ഒന്നെന്താണ് സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്. സയൻസ് ആണ് ശാസ്ത്രപരം, നോട്ട് റൂൾ ഓഫ് തമ്പ് തന്നെ പഴയ കാലത്ത് ജോലി. പുതിയ കാലത്ത് സയൻസ് ഉപയോഗിച്ചുകൊണ്ട് ആ ജോലി എങ്ങനെ കറക്റ്റ് ആയിട്ട് കൊണ്ടുനടക്കാം എന്നതിനെ കുറിച്ച്. രണ്ടാമത് ഹാർമണി നോട്ട് ഡിസ്കോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഭിന്നതല്ല, ഐക്യമാണ് വേണ്ടത്. നോർമലി ഹാർമണി എന്ന് പറഞ്ഞാൽ ഐക്യം, നോട്ട് ഡിസ്കോർഡ് ഭിന്നിപ്പിക്കുക. ഞാൻ വേറെ ഭിന്നതകൾ നമ്മുടെ ഭിന്നത വെക്കുക. അതല്ല ഹാർമണൈസ് ആയിരിക്കുക, കൂട്ടത്തോടെ ഇരിക്കുക, ഐക്യം ഉണ്ടായിരിക്കുക. മനസ്സിലായോ? There should be complete harmony and understanding between management and the workers.
മാനേജറും വർക്കേഴ്സും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് എപ്പോഴും ഉണ്ടായിരിക്കണം. മാനേജർ വേറെ, തൊഴിലാളികൾ വേറെ, അത് പാടില്ല. അതിന് മറ്റൊരു ആളെ പറഞ്ഞു. അതിന് വേറൊരു വീട്ടിൽ പറയുന്നു ഹാർമോണിയൽ. മറ്റൊരു ലാസ്റ്റ് പറഞ്ഞില്ലേ സ്ട്രെങ്ത്, സ്പിരിറ്റ്, ഡീപോർട്സ് എന്ന 14ാമത്തെ പ്രിൻസിപ്പൾ, അത് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ that should be complete harmony understand with the manager. Both group must realize that mutually depending on the each other. For the mental revolution, meaning complete change in outlook where both cells stop instead of what is try to higher readings. അടുത്തത് there should be complete harmony between management and workers. Both should realize that each one is important. ഓരോ വ്യക്തിയുടെ ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തെ ഹാർമണി എന്നാൽ ഐക്യമാണ് വേണ്ടത്, ഭിന്നതയല്ല, ഐക്യമാണ് വേണ്ടത്. മാനേജ്മെന്റും തൊഴിലാളികളും തമ്മിൽ പൂർണ്ണമായ ഒരു ഐക്യം ഉണ്ടായിരിക്കും. മനസ്സിലായില്ല? ഒന്നാമത്തെ സ്ഥാപനത്തിൽ എല്ലാവർക്കും ശാസ്ത്രീയമായ രീതി ഉപയോഗിക്കണമെന്നുള്ളത് ഇയാൾ പറഞ്ഞത്. ആര്? FW ടൈലർ പറഞ്ഞത്. രണ്ടാമത്തെ ആൾ പറഞ്ഞത് എന്താണ്? ഒരു ഐക്യം ഉണ്ടായിരിക്കണം, ഭിന്നത പാടില്ല. മാനേജ്മെന്റും വർക്കേഴ്സ് നമ്മൾ നല്ലൊരു ഐക്യം ഉണ്ടായിരിക്കും. മൂന്നാമത്തത് വ്യക്തി മഹത്വമല്ല, സഹകരണമാണ്. ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് അതായിരിക്കും. ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിനെക്കാട്ടും എന്താണ് വേണ്ടത്? കോപ്പറേഷൻ ആണ്, നോട്ട് ഇൻഡിവിജ്വൽസ്. കോപ്പറേഷൻ ആണ്. കോപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്താ? എന്നുമായി കോപ്പറേറ്റ് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനുമായി സഹകരിക്കുക എന്ന് പറയില്ല. അതാണ് എല്ലാവരും സഹകരിച്ചുകൊണ്ട് പോവാം. സഹകരണമാണ്. മാനേജ്മെന്റും തൊഴിലാളികളും തമ്മിൽ മത്സരിക്കുന്നതിന് പകരം, മാനേജ്മെന്റ് മത്സരം, ഒരു തൊഴിലാളികൾ ആരോ മത്സരം, അതിന് പകരം എന്താ വേണ്ടത്? സഹകരണ മനോഭാവം ഉണ്ടായിരിക്കും. ഞാൻ അങ്ങോട്ട് സഹകരിക്കുമ്പോൾ അയാൾ മുപ്പരും അവിടെ ഇങ്ങോട്ട് സഹായിക്കും. തൊഴിലാളികൾ ഇങ്ങോട്ട് സഹകരിച്ച് അങ്ങോട്ട് സഹകരിച്ച് നല്ലൊരു സ്മൂത്ത് റണ്ണിങ്ങിൽ എന്ത് ചെയ്യാം, കൊണ്ടുപോകാം. ഓക്കെ, ഇരു കൂട്ടരും പരസ്പരം ആവശ്യമുള്ളവരാണ് എന്ന് തിരിച്ചറിയാം. മാനേജ്മെന്റിന് വർക്കേഴ്സിന് ആവശ്യമാണ്, വർക്കേഴ്സിന് ആരും ആവശ്യമില്ല, മാനേജേഴ്സ് ആവശ്യം. ഭിന്നിപ്പിക്കാതെ നല്ല രീതിയിൽ കോർഡിനേറ്റർ ആയിരിക്കാം, നോട്ട് ഇൻഡിവിജ്വലിസം. ഒന്നാമത്തെ എന്താ? സയൻസ്, ശാസ്ത്രം ഉണ്ടായിരിക്കാം, നോട്ട് റൂൾ ഓഫ് തമ്പ്, അഥവാ രീതി മാറ്റാം, ശാസ്ത്രീയമാക്കുക. രണ്ടാമത്തത് പറഞ്ഞത് ഹാർമണി, ഐക്യം. നോട്ട് എന്താ പറയുക, പാർഷ്യൽ, നോട്ട് ഡിസ്കോഡ് എന്ന് പറഞ്ഞാല് ഭിന്നതല്ല വേണ്ടത്, ഐക്യമാണ് വേണ്ടത്. മൂന്നാമത്തത് വ്യക്തിയല്ല, വ്യക്തിമാത്രമല്ല, കോർപ്പറേറ്റ് സഹകരണമാണ് വേണ്ടത്. നാലാമത്തത് എല്ലാവരും പരമാവധി കാര്യക്ഷമതയിലേക്ക് വികസിപ്പിച്ചെടുക്കുക. പക്ഷെ ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ടു ഹിസ് ഓർ ഹെർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി. അയാൾക്ക് കഴിയുന്ന ഏറ്റവും ആ വർക്ക് അയാൾ ഏറ്റവും ഉഷാറായിട്ട് ചെയ്യാം, ഏറ്റവും ടോപ്പായിട്ട് അയാൾ ചെയ്യാം. ഈച്ച് ആൻഡ് എവറി പേഴ്സൺ, അതാണ് പറയുന്നത്. എ കമ്പനി എഫിഷ്യൻസ് സ്കിൽസ് ഓഫ് ഇറ്റ്സ് എംപ്ലോയീസ്. അതിന്റെ സ്കിൽ അനുസരിച്ചിരിക്കും എന്റെ പഠനം, ഇതിന്റെ സ്കിൽ അനുസരിച്ചിരിക്കും ഞാൻ എന്റെ പഠിപ്പിക്കല്. അപ്പൊ അയാൾ ഏറ്റവും ടോപ്പായിട്ട് അതിന് എന്ത് ചെയ്യാൻ പറ്റുക, ചെയ്യാം. ആ കമ്പനിയിൽ ഏറ്റവും ടോപ്പായിട്ട് അയാൾ എന്ത് ചെയ്യാം, പ്രൊഡക്ഷൻ നടത്താം. അവരുടെ സ്കിൽ അനുസരിച്ചിരിക്കും. Therefore, workers should be scientifically self-based on their physical, mental, intellectual capability. അയാളുടെ ഫിസിക്കലി കൈകൊണ്ടോ കാലുകൊണ്ടോ ചെയ്യാതെ ഉഷാറായിട്ട് ഇരിക്കുന്ന പട്ടാളക്കാർക്ക് എന്താണ് അവർ ഫിസിക്കലി മെന്റലൊക്കെ ഉഷാറായിരിക്കും എന്നുള്ളതാണ്. പട്ടാളക്കാർ ആരെയും കൊണ്ട് പട്ടാളത്തിൽ കാഴ്ചയത്ത് കുറവുള്ളൊന്നും തരത്തില്ല, പട്ടാളത്തിന് ചേർക്കില്ലല്ലോ ആർമിയില്. അപ്പൊ അതിനെന്താണ് മെന്റലി ഫിസിക്കലി ഒക്കെ നമ്മൾ സെറ്റ് ആയിരിക്കും. അപ്പൊ ഓരോ സ്കില്ലിനനുസരിച്ചാണ്, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫിസിക്കലി, മെന്റലി, ഇന്റലിജന്റ് ഓൺസ് ഹയർഡ് ദേ മസ്റ്റ് ഗിവ് റിഗോർസ് ഓൺഗോയിങ് ട്രെയിനിങ്. ഇതിനൊക്കെ എല്ലാവരും പരമാവധി കാര്യക്ഷമത. തൊഴിലാളിയുടെ കാര്യക്ഷമത വളരെ അനിവാര്യമാണ്. അയാൾക്ക് ആ കാര്യത്തിലൂടെ എത്രത്തോളം ഉഷാറാണ് നോക്കാം. ഇതിനായി തൊഴിലാളികളെ തിരഞ്ഞെടുക്കുന്നതിനും പരിശീലനം വികസിക്കുന്നതിനും ശാസ്ത്രീയമായ മാർഗങ്ങൾ ഉപയോഗിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ആ വർക്കേഴ്സിനെ നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. അവരിങ്ങനെ മോട്ടിവേറ്റ് ചെയ്തിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് അയാൾ അതിന് ക്യാപ്പബിൾ ആക്കി മാറ്റും. അയാൾക്ക് അതിന് ചെയ്യാൻ പറ്റുന്ന ജീവിതത്തിലോട്ട് ഇങ്ങോട്ട് മാറ്റി. ഈ 4 റൂൾസുകളാണ് ആര് കൊണ്ടുവന്നത്, പ്രിൻസിപ്പിൾസുകൾ ആര് കൊണ്ടുവന്നത്? FW ടൈലർ. അത് നമുക്ക് പഠിക്കണം. ഈ FW ടൈലർ ഈ 4 കൊണ്ടുവന്നു. ഈ 4 കൊണ്ടുവന്നതിൽ ഒന്നെന്താണ് മെയിനായിട്ട് എന്താണ് ഇതിൽ പറയുന്നത്? പഴയ കാര്യങ്ങൾ സയൻസ് കൊണ്ടുവരണം ഇയാൾ പറഞ്ഞു. അതാണ് ഇതിൽ എന്തെങ്കിലും പറയുന്നത് സയന്റിഫിക് മാനേജ്മെന്റ്, ശാസ്ത്രപരമായിട്ടുള്ള മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ എന്താ ഇതില് സയൻസ്, ശാസ്ത്രം, നോട്ട് റൂൾ ഓഫ് തമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല് കൊണ്ടുവരണം. മറ്റുള്ളൊരു 14 പ്രിൻസിപ്പിൾ മോഡേൺ പുതിയ രീതിയിൽ
അയാളുടെ മോഡേൺ സയൻസ്, FW ടൈലർ സയൻസ്, മറ്റാളുടെ മോഡേൺ പ്രിൻസിപ്പിൾസുകളാണ്. ഇയാളുടെ സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ആണ്. അപ്പൊ എന്തൊക്കെ സയന്റിഫിക് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സയൻസ് ആണ്. എന്താണ് അതിൽ തന്നെ പറയണ്ടത്? സയൻസ് ആയിട്ട് ഒരു ഫോം എടുക്കാൻ നോട്ട് റൂൾ, അഥവാ ശാസ്ത്രീയമാണ്. ആ റൂൾ ഓഫ് തമ്പ് തന്നെ പഴയ കാലം ഒഴിവാക്കിയിട്ട് ആ ജോലി ഏറ്റവും പുതിയ രീതിയിലുള്ള പുതിയ മെത്തേഡ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കും. രണ്ടാമത്തതോ എരികളി, രണ്ടാമത്തതോ ഭിന്നതല്ല ഐക്യമാണ് വേണ്ടത്. ഓക്കെ, ഐക്യം. ഭിന്നത മീൻസ് ഇതില് ഇരിക്കണം എന്താണ്? ഹാർമണി, നോട്ട് ഡിസ്കോർഡ്. ഹാർമണി എന്ന് പറഞ്ഞാല് നമ്മൾ എന്താണ് ഒരു ഐക്യം എന്ന് പറഞ്ഞാൽ ഒരു ഐക്യം ഉണ്ടായിരിക്കണം, ഭിന്നത പാടില്ല. നോട്ട് ഡിസ്കോർഡ് എന്ന് പറഞ്ഞത്. മൂന്നാമത്തെ എന്താണ്? വ്യക്തി മഹത്വമല്ല, നോട്ട് ആൻ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞത്. കോർപ്പറേഷൻ ആണ്, നോട്ട് ഇൻഡിവിജ്വലിസം. കോർപ്പറേറ്റ് കോർപ്പറേഷനിൽ വേണം. മറ്റൊരു തന്നെ അതന്നെയാണ്. മറ്റൊരു എന്താണ്? ഒരു ഐക്യമാണ് വേണ്ടത്. ഇവിടെ തമ്മിൽ സഹകരിക്കണം. മറ്റൊരു ഒരു കൂട്ടത്തിൽ നിൽക്കണം എന്നുള്ളതാണ്. ഇവിടെ എന്താണ്? മാനേജർ വർക്കിന് സഹകരിക്കണം, വർക്കർ മാനേജറിന് സഹകരിക്കണം. നാലാമത്തത് പരമാവധി ഏറ്റവും ടോപ്പിൽ ചെയ്തെടുക്കുക, കാര്യങ്ങൾ സെലക്ട് ചെയ്യുക. ഇംഗ്ലീഷ് ഡെവലപ്മെന്റ് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഈസ് ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ ഈ 4 പ്രിൻസിപ്പിൾസിൽ പറഞ്ഞു. ഓക്കെ, എൻട്രിപ്പാലിന്റെ ഫൈനലിന് പറഞ്ഞു. FW ടൈലറിന്റെ 4 പ്രിൻസിപ്പിൾസ്, സയന്റിഫിക് മാനേജ്മെന്റ് പ്രകാരം 4 പ്രിൻസിപ്പിൾസും പറഞ്ഞു. ഓക്കെ, ഇനി ശാസ്ത്രീയ മാനേജ്മെന്റ് ടെക്നിക്കുകൾ അഥവാ സയന്റിഫിക് മാനേജ്മെന്റ് ഇപ്പൊ പറഞ്ഞല്ലോ, അത് അതിന്റെ ടെക്നിക്സുകൾ എങ്ങനെയൊക്കെയാണ്? സയൻസ് കൊണ്ടുവരണം, അതങ്ങനെ ചെയ്യണം, ഐക്യമാണെന്നൊക്കെ പറഞ്ഞു. അതിന്റെ ഒരു ഇതാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ. അതിന്റെ ടെക്നിക്കുകളാണ് പറഞ്ഞിട്ടുള്ളത്. അതില്